ഇതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നു? ഇതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒരു ഗവൺമെൻറ് ജോലി നോക്കുന്നതാണല്ലോ നല്ലത്. ഞാൻ പറയട്ടെ, പത്രോസിന് പടകിലേക്ക് കർത്താവ് യേശു പത്രോസിനോട് പറഞ്ഞ വലതുഭാഗത്ത് യേശു പെരുത്ത മീൻകൂട്ടം കിട്ടി, അനേകർക്ക് സന്തോഷമായി. എന്നാരെങ്കിലും ഒരാളിത് ഈ ഒരു ഭാഗം കേട്ട് ഒരാളെങ്കിലും ബലപ്പെട്ടാൽ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പത്രോസിനോട് പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ പത്രോസിൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണ്. പത്രോസ് നോക്കി, നിറവിനെ നോക്കി. നിറവെന്ന് പറഞ്ഞാൽ പടക് അല്ലെ വല കീറുമാറ് പെരുത്ത മീൻകൂട്ടം കിട്ടിയ ആ നിറവിലേക്ക് നോക്കി. തിരിഞ്ഞൊന്ന് നോക്കി, നിറച്ചവനെ നോക്കി. നിറവിലെ നോക്കി, നിറച്ചവനെ നോക്കി. പത്രോസോടെ തീരുമാനമെടുത്തു, നിറവ് വേണ്ട, നിറച്ചവനെ മതി. ഞാൻ ലൈഫിലെടുത്ത ഒരു തീരുമാനമാണ്. ലോകത്തിൻ്റെ സെക്കുലർ പഠനം കൊണ്ട് വേണമെങ്കിൽ വലിയ നിലയിലെത്താമായിരിക്കാം, പക്ഷെ ആ നിറവ് എനിക്ക് വേണ്ടെന്ന് ഞാൻ വെച്ചു. നിറച്ചവനെ നോക്കി, നിറച്ചവൻ്റെ ശുശ്രൂഷ. ഇന്ന് പകൽക്കാലം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു തടസ്സമോ എന്തെങ്കിലും നേരിടുമ്പോൾ കർത്താവിനെ നോക്കി എന്ത് ദൈവമേ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ നിറച്ചവനാണ് ദൈവം. ഒരു വാക്കുകൊണ്ട് സകല ഭൂമിയെയും അതിലുള്ളവരെയും ഉളവാക്കിയവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ എന്ന് പാടിയതുപോലെ നാവ് പോലെ വർണ്ണിച്ചിടാൻ നന്മയെ ഓരോന്നും. ഓരോ ദിവസവും കർത്താവ് ഇന്നലെ ഇവിടെ നിന്ന് കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഭവനത്തിലെത്തിയത്. ഞാൻ മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരും. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ബൈക്ക് ഓടിച്ച് ഏകദേശം 40 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വരുമ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇവിടെ എത്തിയത്. ആമേൻ. എതിരെ വരുന്ന വാഹനങ്ങൾ, എൻ്റെ വാഹനം എല്ലാം നിയന്ത്രിച്ച് കർത്താവ് ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന് ആ പർപ്പസുള്ള. നമ്മളെ തുടർന്നും ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴും ആ ദൈവത്തെ വലിയവനായ നിറയ്ക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്ന ബോധ്യത്തോടു കൂടെ ആയിരിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.